നിങ്ങൾക്കും വിജയിക്കാം. അതെ, നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാം. ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ ആദ്യമായി നമുക്ക് എന്ത് വേണം? ഒരു വിന്നർ മൈൻഡ് സെറ്റ് വേണം. നമ്മൾ വിജയം കൈവരിക്കും എന്ന് നമ്മുടെ മനസ്സിൽ 100% ഉറപ്പ് വേണം. അതിനൊപ്പം തന്നെ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾക്ക് എന്താണ്, എവിടെയാണ് നമ്മളെ ഇംപ്രൂവ് ചെയ്യിക്കേണ്ടത് എന്നുള്ളൊരു തിരിഞ്ഞു നോട്ടവും ഈ വിന്നർ മൈൻഡ് സെറ്റിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും വിജയം നമ്മളുടെ ഓരോരുത്തരുടെയും തന്നെയാണ്. നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യാനുണ്ട്. നമുക്കൊരു ഹ്യൂജ് വിക്ടറി തന്നെ വേണം. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് റെഡി ടു വർക്ക് ഹാർഡ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മുടെ അടുത്തേക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും, നമ്മൾക്ക് വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളത് ഒരു തോന്നൽ മാത്രമായിട്ട് പലപ്പോഴും അവശേഷിക്കും അല്ലേ? നമ്മൾ ഹാർഡ് വർക്ക് ഒന്നും ചെയ്തില്ല, നമ്മൾ ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടിരുന്നു. അറ്റ് ദ ഫൈനൽ ഡേ വി നീഡ് വിക്ടറി. ഇസ് ഇറ്റ് പോസിബിൾ? നോ. ബട്ട് വി ഹാവ് ടു ഡു ഹാർഡ് വർക്ക്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ മൈൻഡ് സെറ്റും ഒരു വിന്നർ മൈൻഡ് സെറ്റിലായിരിക്കണം. എനിക്ക് ഈ ഒരു ദിവസം ഇത്രയും പോർഷൻ പഠിക്കണം ആൻഡ് ഐ വിൽ ഗെറ്റ് ഫുൾ മാർക്സ് ഓൺ ദി സബ്ജക്റ്റ് എന്ന ആ വിക്ടറി മൈൻഡ് സെറ്റ് നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സാമിന് ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് തന്നെയാണ്. അതുപോലെ നമ്മളൊരു കാര്യം നേടണം എന്ന് വിചാരിച്ചാൽ സംശയം നമ്മുടെ ഉള്ളിൽ ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും ഈ വിക്ടറി മൈൻഡ് സെറ്റിനെ ബാധിക്കും കേട്ടോ. സ്റ്റഡീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു സാധാരണ ആവറേജ് പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ എടുത്ത് സ്റ്റഡി ചെയ്തപ്പോൾ അവർക്ക് ആ ഒരു മോട്ടിവേഷൻ, അവർക്ക് ആ ഒരു വിക്ടറി മൈൻഡ് സെറ്റ്, ഒരു വിന്നർ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മാർക്കിൽ, അവരുടെ അക്കാഡമിക് പെർഫോമൻസിൽ നല്ല ഹൈ അച്ചീവേഴ്സ് ആവാൻ പറ്റിയെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ ഓരോരുത്തരും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിന്നർ മൈൻഡ് സെറ്റ് എന്നുള്ളത്. നമ്മളൊരു പുതിയ വർഷം തുടങ്ങി, കുറേ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തു, ഏതാണ്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കഴിഞ്ഞ 12 മാസം, കഴിഞ്ഞ വർഷം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എവിടെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോയത്? അല്ലെങ്കിൽ മോർ അച്ചീവർ ആവാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലൊരു സുഹൃത്ത് വരുന്നതെന്നിരിക്കട്ടെ, നമ്മൾ ഫസ്റ്റ് അയാൾ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു, നമ്മൾ മാപ്പൊക്കെ സെൻഡ് ചെയ്തു, പക്ഷെ അയാൾ എവിടെയോ വെച്ച് സ്റ്റക്കായി. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, എടാ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വഴി ചോദിച്ചല്ലോ, ഞാൻ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, എനിക്ക് ബാക്കി വഴി അറിയുന്നില്ല, എങ്ങനെയാണ് വരണ്ടേ, നിനക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പം നമ്മൾ ഫസ്റ്റ് എന്താ ചോദിക്കുക? നീ എവിടം വരെ എത്തി? വേർ വേർ ആർ യു റീച്ച്ഡ്? വേർ യു നൗ? അല്ലെങ്കിൽ നീ എവിടെയാണ് ഇരിക്കുന്നത്? നീ എവിടെ വരെ എത്തി? നീ എവിടെ എത്തിയിട്ടാണ് വഴി സ്റ്റക്കായി പോയത്? അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളുടെ ആ ഒരു പാതയിൽ, നമ്മളെ വിജയത്തിലേക്കുള്ളൊരു പാതയിൽ നമ്മൾ എവിടെയോ വെച്ച് സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക, എവിടെയാണ് സ്റ്റക്കായത്. പിന്നെ പല ഗെയിംസിലും വിന്നേഴ്സ് ആവുന്നത് അവരൊരു ഫസ്റ്റ് ഗോ വിന്നർ ആയിരിക്കില്ല. പല ഗെയിംസും ചിലപ്പോൾ പരീക്ഷണങ്ങൾ പോലെ, ചലഞ്ചസ് പോലെ തോറ്റ് അവിടുന്ന് അവിടുന്ന് കിട്ടിയ മോട്ടിവേഷൻ വിക്ടറി നേടിയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് ഒരൊറ്റ ഗോള് വിജയിച്ചില്ല എന്ന് വിചാരിച്ച് ഒരാളും വിഷമിക്കേണ്ട കേട്ടോ. ചാൻസ് എടുക്കുക, വിക്ടറി ഇസ് യുവേഴ്സ്. നമ്മളൊരു എക്സാം എഴുതാൻ പോകുന്നു, നമ്മളുടെ കയ്യിൽ അത്ര കറേജിയസ് ആയിട്ടുള്ള കാര്യങ്ങളില്ല, നമുക്ക് ധൈര്യമില്ല, എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയണില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രീവിയസ് പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കുക, നമ്മുടെ മുന്നുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയാണ് എക്സാം എഴുതിയിട്ടുള്ളത്, കുറേ പ്രീവിയസ് പേപ്പേഴ്സ് കിട്ടുള്ളൂ, അത് പ്രാക്ടീസ് ചെയ്യുക. ടൈം ബൗണ്ടായിട്ട് പ്രാക്ടീസ് ചെയ്യുക. 1 hour എത്ര ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ അറിവ് ശേഖരിച്ചതിന് ശേഷം നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കറേജ് കിട്ടും. നമ്മുടെ ഹാർഡ് വർക്ക് എന്തായാലും നമുക്ക് വിക്ടറി തന്നെയാണ് നേടിത്തരുന്നത്. അതുകൊണ്ട് ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് അത് ഡിഫറെൻ്റ് ഉണ്ട്. പക്ഷേ ഹാർഡ് വർക്ക് എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. ഇത് എപ്പോഴും മറക്കാതിരിക്കുക കേട്ടോ. നമ്മൾ ഒരു യാത്രയിലാണ്, നമ്മൾ വിജയത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്. പക്ഷേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടേക്കോ നമുക്ക് തോന്നുന്നുണ്ട്, ഏയ് ഈ പാത ശരിയാണോ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഉടനടി ഒന്ന് തിരിഞ്ഞു നോക്കുക, എവിടേക്കാണ് എനിക്ക് ഫോൾട്ട് സംഭവിച്ചത് എന്നുള്ളത്. പിന്നെ മസ്റ്റായിട്ട് വേണ്ട കാര്യം, ആ യാത്ര കറക്റ്റാണെങ്കിൽ നമുക്ക് തോന്നുന്നു, അതെ ഈ യാത്രയിലൂടെ നമുക്ക് വിജയം കൈവരിക്കുന്നത് നമുക്ക് 100% നമ്മുടെ ഇൻറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ ഡോണ്ട് ലൂസ് ഹോപ്പ്.
മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ്. നമ്മൾ പ്രതീക്ഷ കൈവിടാതിരിക്കുക. പ്രതീക്ഷ കൈവിടാതെ യാത്ര തുടരുക. എന്തായാലും വിജയം നമ്മുടേത് തന്നെയാണ്. ഇനി യാത്രക്കിടയിൽ പല ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാവും, പല വെരിഫിക്കേഷൻസ് ഉണ്ടാവും. ഏയ് നീ ചെയ്യണ യാത്ര ശരിയല്ല കേട്ടോ, നീ ചെയ്യണ പ്രവർത്തികളിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് വേണം. അങ്ങനെ കുറേ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാവും, വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ ഒരു ജഡ്ജ്മെൻറ്റിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു, വെദർ ഇറ്റ്സ് ഇംപ്രൂവിങ് മൈ കരിയർ, വെദർ ഇറ്റ്സ് ഇംപ്രൂവിങ് മൈ സ്റ്റഡീസ്, വെദർ ഇറ്റ്സ് ഇംപ്രൂവിങ് മൈ എഡ്യൂക്കേഷൻ, ക്വസ്റ്റ്യൻ യുവർ സെൽഫ്, ആസ്ക് യുവർ സെൽഫ് ഇഫ് ഇറ്റ് ഈസ് ഓക്കെ ഫോർ മീ, ആക്സെപ്റ്റ് ദറ്റ്. അവർ ആരൊക്കെയാണ് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്, ആരൊക്കെയാണ് നമുക്ക് അഡ്വൈസ് ചെയ്യണത്, നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നല്ല നല്ല അഡ്വൈസുകൾ നമ്മൾ ശേഖരിച്ച് നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഉപകാരമില്ലാത്തതാണെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ. അതന്നെ ആലോചിച്ച് ക്ലിങ് ചെയ്ത് മറ്റാളെ തിരുത്താൻ വേണ്ടി പോകേണ്ട. പല സമയത്തും നമുക്ക് തോന്നും, ഏയ് അയാൾ പറഞ്ഞത് ശരിയല്ല, ഞാൻ ഇത്ര പഠിച്ചിട്ടും ഇത്ര വർക്ക് ചെയ്തിട്ടും ഞാനൊരു സ്ഥലത്ത് എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അയാളെന്നെ ക്രിട്ടിസൈസ് ചെയ്യണു. ദെൻ ഐ എം ഗോയിങ് ടു പ്രൂവ് ഹിം ഓർ ഹർ ഐ എം ഓക്കെ ആൻഡ് ഐ എം ഡൂയിങ് മൈ ബെസ്റ്റ് എന്നുള്ളത്. എന്തിനാ ഒരാളുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പോണ്? പല സമയത്തും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ. എനിക്ക് അയാളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം, ഞാൻ പോകുന്ന പാത ശരിയാണ്, ഞാൻ വർക്ക് ഹാർഡ് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടും എൻ്റെ റിസൾട്ട്സ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ചില കാര്യങ്ങൾ ഞാനിപ്പോൾ പുതിയതായിട്ട് വായിച്ചത് എങ്ങനെയാണ്, നമ്മുടെ ഈ വിന്നർ മൈൻഡ് സെറ്റിൻ്റെ ഒപ്പം നമ്മുടെ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങും നമ്മുടെ വിക്ടറിക്ക്, നമ്മളുടെ വിജയത്തിന്, നമ്മൾ ഒരു കാര്യത്തിൽ വിജയം നേടിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഒരാളോട് പറയാണ്, എനിക്ക് ഈ വർക്ക് ചെയ്യാൻ ഭയങ്കര ഹാർഡാണ്, ഇറ്റ്സ് വെരി ഹെക്ടിക് വർക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് നമ്മൾക്ക് ആ വർക്ക് ചെയ്യാൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ അത് ഫിക്സ് ചെയ്തിട്ട് അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഇഫ് ഇറ്റ് ഈസ് ഓക്കെ ഫോർ യു, ഇഫ് ഇറ്റ്സ് ഓക്കെ ആൻഡ് ഇറ്റ്സ് ഫേവറബിൾ ഫോർ യു, സ്പീക്ക് പോസിറ്റീവ്ലി വാട്ട് എവർ ഇറ്റ് ഈസ്. എനിക്ക് പഠിക്കാൻ നല്ല ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് ആൻഡ് ഐ എം ഗെറ്റിംഗ് എ അസിസ്റ്റൻറ്റ് ഫോർ മൈ സ്റ്റഡീസ്. എനിക്ക് ഹെൽപ്പ് കിട്ടുന്നുണ്ട് പഠിക്കാൻ ആൻഡ് ഐ എം ഇംപ്രൂവിങ്. ഞാൻ എൻ്റെ പഠിത്തത്തിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് ഐ ക്യാൻ ടെൽ, എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ് എനിക്ക് കുറച്ച് ടഫുള്ള സബ്ജക്റ്റാണ്. സോ യു ക്യാൻ സേ ഐ എം ഗെറ്റിംഗ് 100/100. എനിക്ക് 100-100 മാർക്കാണ് ഈ ആനുവൽ എക്സാമിന് എന്ന് മനസ്സിലൊരു 10 പ്രാവശ്യം പറഞ്ഞു നോക്കൂ. അതുപോലെ കുഞ്ഞു കുഞ്ഞു വിക്ടറികളെ നമ്മൾ ആസ്വദിക്കുക, നമ്മൾ ആ വിക്ടറിനെ നമ്മൾ സ്വയം അംഗീകരിക്കുക. ഞാൻ ഈ കുട്ടി കുട്ടി വിക്ടറികളെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ആൻഡ് ഐ എം സെലിബ്രേറ്റിംഗ് മൈ സ്മോൾ വിക്ടറീസ്. അത് നമ്മളുടെ ബിഗ് വിക്ടറിയിലേക്കുള്ള ഒരു വലിയ പാത തന്നെ തുറന്നു തരും കേട്ടോ. സോ ഐ ഫീൽ ആൻഡ് ഐ ബിലീവ് ദോസ് ഹു ആർ ലിസ്ണിംഗ് ടു മീ ആർ ഗ്രേറ്റ് വിന്നേഴ്സ് ഇൻ ദിയർ ലൈഫ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ ജിത്ത. ഇനിയും എന്നെ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീണ്ടും വരണേ.